إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولو أنهم فعلوا ما يوعظون به لكان خيرا لهم وأشد تثبيتا وإذا لآتيناهم من لدنا أجرا عظيما ولهديناهم صراطا مستقيما സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേരാൻ നമുക്ക് സാധിച്ചിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊരു വലിയ നന്മയായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെന്ന നിലയിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അസ്വസ്ഥതകളുണ്ട്. നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും പ്രത്യേകിച്ചും വളർന്നു വരുന്ന മക്കളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുപാടുകളിൽ നിന്നും സമാധാനവും സ്വസ്ഥതയും കിട്ടുമെന്ന് വിചാരിക്കുന്നുവെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും അസമാധാനത്തിൻ്റെ കേൾവികൾ മാത്രമാണ്. എല്ലാവരും ചോദിക്കുന്നത് എന്താണൊരു പരിഹാരം? എൻ്റെ വ്യക്തിജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടാൻ, എൻ്റെ കുടുംബത്തിലൊരു സ്വസ്ഥത കിട്ടാൻ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്താണൊരു വഴി? എല്ലാവരും ആലോചിക്കുകയും ചിന്തിക്കുകയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നാം തിരിച്ചറിയേണ്ട ചില വസ്തുതകളെക്കുറിച്ച് ഇന്നത്തെ ഖുത്ബയിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിനെ പരിചയപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അത് മുഴുവനും അവസാനിക്കുന്നതാണ്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അവിടെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹീമിലെ 1-ാമത്തെ വചനമാണത്.
അലിഫ് ലാം റ കിതാബുൻ അൻസൽനാഹു ഇലൈക്. ഈ ഗ്രന്ഥം നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ? ലിതുഖ്രിജന്നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലകളിൽ ഇരുട്ടിൽ തപ്പുന്നവരുണ്ടോ അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഇത് തിരിച്ചറിഞ്ഞവരാണെങ്കിൽ ജീവിതത്തിൽ എവിടെയും നമ്മൾ നിരാശപ്പെടുകയില്ല, നിഷ്ക്രിയരാവുകയില്ല. ഇത് തിരിച്ചറിയാത്തവരാണ് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നിരാശയും നിഷ്ക്രിയത്വവുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത വാചകം എന്താ അറിയോ സഹോദരങ്ങളെ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദപ്രകാരം അല്ലാഹു ഏറ്റവും മനോഹരമായ മാർഗത്തിലേക്ക് അവനെ നയിക്കും. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇതിന് നൽകുന്ന തഫ്സീർ എന്താണെന്നറിയോ? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലിയുഖ്രിജന്നാസ മിൻ ദുലുമാത്തിൽ ജഹ്ലി വൽ കുഫ്രി വൽ അഖ്ലാഖി സയ്യിഅ. കുഫറിൽ നിന്നും അജ്ഞതയിൽ നിന്നും അതിന്റെ ഇരുട്ടുകളിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന്, സത്യനിഷേധങ്ങളിൽ നിന്ന്, അജ്ഞതകളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളുടെ കൂരിരുട്ടുകളിൽ നിന്ന് മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്നത് ഇലാ നൂരിൽ ഇൽമി, അറിവിന്റെ വെളിച്ചത്തിലേക്കാണ്. വൽ ഈമാൻ, വിശ്വാസത്തിന്റെ വെളിച്ചത്തിലേക്കാണ്. വൽ അഖ്ലാഖിൽ ഹസന, ഏറ്റവും പ്രോജ്വലമായ സ്വഭാവത്തിന്റെ സോപാനങ്ങളിലേക്കാണ് ഈ ഖുർആൻ നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പൊ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഖുർആൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മൾ ഖുർആനിനോടൊപ്പം ഉണ്ടെങ്കിൽ ആ ഖുർആൻ നമ്മളെ കൊണ്ടുപോകുന്നത് സ്വസ്ഥമായൊരു ജീവിതത്തിലേക്കാണ്. സ്വസ്ഥമായൊരു ജീവിതത്തിലേക്കാണ് ഖുർആൻ നമ്മളെ നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. 2, ഈ ഖുർആനെ കുറിച്ച് ഖുർആൻ തന്നെ പരിചയപ്പെടുത്തി എന്താ അറിയോ സഹോദരങ്ങളെ? ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ശരിയിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ്. ശരിയുള്ള ഗ്രന്ഥങ്ങൾ ഒരുപാട് നമ്മുടെ നാടുകളിലുണ്ട്. പക്ഷെ ആ ശരികൾ അതിന് പരിമിതികളുണ്ട്, പരിധിയുണ്ട്. എന്നാൽ ഖുർആനെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്ന എന്താ അറിയോ? ഏറ്റവും ശരി ഏതാണോ ആ ശരിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. സുകൃതങ്ങൾ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളോട് ഖുർആൻ സന്തോഷവാർത്ത അറിയിക്കുന്നത് നിങ്ങൾക്ക് ഉന്നതമായ പ്രതിഫലമുണ്ട് എന്നതാണ്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്തിലും പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അഅ്ദലു വഅഅ്ലാ മിനൽ അഖായിദ്, ഏറ്റവും ഉന്നതമായ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. തീർന്നിട്ടില്ല. വൽ അഅ്മാൽ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥം. വൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഫമനിഹ്തദാ ബിമാ യദ്ഉ ഇലൈഹിൽ ഖുർആൻ, ഖുർആൻ വിളിക്കുന്ന വിശ്വാസത്തിലേക്ക്, ഖുർആൻ വിളിക്കുന്ന സ്വഭാവത്തിലേക്ക്, ഖുർആൻ വിളിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് ആരാണോ ചെല്ലുന്നത്, കാന അക്മലുന്നാസ്, അവനാണ് ജനങ്ങളിൽ പരിപൂർണൻ. വഅഖ്വമും, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശരിയായ ജീവിതമാർഗം സ്വീകരിച്ചവൻ. വഅഹ്ദാഹും, അവനാണ് ഏറ്റവും നല്ല മാർഗത്തിലൂടെ ചരിക്കുന്നവൻ. ഫി ജമീഇ ഉമൂരിഹി, എല്ലാ കാര്യങ്ങളിലും. ഇതാണ് ഖുർആനിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. 3ാമത്തെ കാര്യം എന്താ പറയുക സഹോദരങ്ങളെ? ഖുർആൻ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആൻ, ഹുവ ഹബിലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർള്, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇട്ടു തന്നൊരു പിടിക്കയറാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ തർഫുഹു ബിയദില്ലാ, ഈ ഖുർആനിന്റെ ഒരറ്റം അല്ലാഹുവിന്റെ കൈകളിലാണ്. വതർഫുഹു ബിഐദീകും, ഒരറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഫതമസ്സകൂ ബിഹി, നിങ്ങളത് മുറുകെ പിടിച്ചോളൂ. കുടുംബജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ നിയമങ്ങൾ ഖുർആനിലില്ലേ? വ്യക്തി ജീവിതത്തിൽ പാലിക്കാൻ പറഞ്ഞ നിയമങ്ങൾ ഖുർആനിലില്ലേ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചാൽ
ഫഇന്നകും ലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും വഴി പിഴക്കുകയില്ലെന്ന് ഞാനല്ല പറഞ്ഞത്. ജീവിതത്തിൽ ഇന്നുവരെ നുണ പറയാത്ത ഈ ഖുർആൻ നമ്മളിലേക്ക് എത്തിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ, വലൻ തുഹ്ലികു ബഅദഹു അബദ, അതിനുശേഷം നിങ്ങൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യമാണ് ഖുർആനെ കുറിച്ച് മനസ്സിലാക്കിയത്. ഖുർആൻ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഇരുട്ടുകളിൽ നിന്നും നമുക്ക് വെളിച്ചം പകരുന്ന ഗ്രന്ഥമാണ്. മാത്രമല്ല ഈ ഖുർആനാണ് ഏറ്റവും ശരിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം. മാത്രമല്ല ഈ ഖുർആൻ അള്ളാഹു നമുക്ക് ഭൂമിയിലേക്ക് ഇട്ടുതന്ന രക്ഷപ്പെടാനുള്ള രക്ഷയുടെ പിടിക്കയറാണ്. അതിൻ്റെ ഒരറ്റം റബ്ബിന്റെ കൈകളിലാണ്. അതൊരിക്കലും അവൻ നമ്മളെ കൈവിട്ടു പോവുകയില്ല. അത് സ്വീകരിച്ചവൻ, അത് ജീവിതത്തിലേക്ക് നെഞ്ചേറ്റിയവൻ ഒരിക്കലും നഷ്ടബോധം അനുഭവിക്കേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആയിരുന്നിട്ടും ഈ ഖുർആനിനോട് നമ്മുടെ സമീപനം എന്താണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ റമദാനിന്റെ 2ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. നമ്മൾ എത്ര പേജുകൾ നമുക്ക് പാരായണം ചെയ്യാൻ പറ്റി? ഖുർആനിനോടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റി? അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന സങ്കടകരമായി പറയുന്ന ഒരു വാചകം എന്താ അറിയോ? വഖാല റസൂൽ, അള്ളാന്റെ റസൂല് പരലോകത്ത് വെച്ച് പറയും. എന്താ പറയാന്നറിയോ? യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, പടച്ച റബ്ബെ ഈ ഖുർആനിനെ ഈ ജനങ്ങൾ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞല്ലോ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടുകൂടി മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ സങ്കടത്തോടുകൂടി വിളിച്ചു പറയുന്ന, പടച്ചോനെ എന്റെ ഉമ്മത്ത് ഈ ഖുർആനിനെ ഒഴിവാക്കി കളഞ്ഞല്ലോ, അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞല്ലോ എന്ന് സങ്കടത്തോടുകൂടി പറയുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിൽ പെടരുത്. എന്നാൽ ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ 4 സമീപനങ്ങളുണ്ട്. അതിലൊന്നെന്താ അറിയോ? ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ നമ്മൾ പഠിക്കണം. ഖുർആൻ പഠിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്. ഒരു മാത്സിന്റെ ഫോർമുല പഠിക്കണമെന്ന് പറഞ്ഞാൽ എത്ര എളുപ്പത്തിലാണ് നമ്മളത് മനപ്പാടാക്കുന്നത്. ജീവിതത്തിൽ എന്ത് കാര്യം, ഇപ്പോൾ ഒരു പുതിയൊരു മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഓപ്ഷൻസും വളരെ മനോഹരമായി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിനുള്ള കഴിവും കരുത്തൊക്കെ പടച്ചു നമുക്ക് തന്നിട്ടുണ്ട്. അതെന്താണ്? ഖുർആൻ പഠിക്കുന്ന വിഷയത്തിൽ നമുക്ക് ഉപയോഗിച്ചാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖുർആൻ പഠിക്കുന്നവരുടെ മഹത്വം. വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാന്റെ വീട്ടിലിരുന്ന് ഒരാൾ ഖുർആൻ പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നതെന്നറിയോ? അങ്ങനെ പഠിച്ചാൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവന് സമാധാനം അള്ളാഹ് ഇറക്കി കൊടുക്കുന്നതാണ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പടച്ചോൻ തരുന്നാണ്. സമാധാനം അത് നമുക്ക് കിട്ടാനുള്ള മാർഗമാണ് ഖുർആൻ പഠിക്കൽ. മാത്രമല്ല വഹശിയത്തുഹും റഹ്മ, കാരുണ്യം നമ്മളെ പൊതിയും. വഹഫത്തുഹുൽ മലായിക, മലക്കുകൾ നമ്മളെ പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹുവിന്റെ ദർബാറിലുള്ള മലക്കുകളോട് അഭിമാനത്തോടുകൂടി നമ്മുടെ പേരുകൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2ാമത്തെ കാര്യം എന്താ അറിയോ സഹോദരങ്ങളെ? ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ആൾക്കാരുണ്ട് ജനങ്ങളിൽ. അപ്പൊ ആളുകൾ ചോദിക്കാണ്, സഹാബത്ത് ചോദിക്കാണ്, നബിയെ യാ റസൂലല്ലാഹ് മൻഹും, അള്ളാന്റെ ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാർ ആരാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വഖാസ, അള്ളാന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആൾക്കാരാണ്. നമ്മൾ പറയില്ലേ ഇന്ന പാർട്ടിന്റെ ആൾക്കാരാണ്, അവൻ ഇന്ന പാർട്ടിന്റെ ആൾക്കാരാണെന്ന് പറയില്ലേ? എന്നാൽ ഖുർആൻ പഠിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹ് പറഞ്ഞാൽ എന്താ അറിയോ? അവൻ അള്ളാന്റെ ആൾക്കാരാണെന്നാണ്. സഹോദരങ്ങളെ, ഈ റമദാൻ മുതലെങ്കിലും നമ്മൾ അള്ളാഹുവിന്റെ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. കൂനൂ റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബാനികളാകണം എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ ഖുർആൻ അത് പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും വഴി അവന്റെ ആളുകളായി തീരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് എല്ലാം പടച്ചോൻ തന്നെന്തിനാ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാൻ. എന്നിട്ടോ വലഖദ് ദറഅനാ ലിജഹന്നമ കസീറും മിനൽ ജിന്നി വൽ ഇൻസ്, നരകം നാം നിറക്കുന്നത് ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടുമാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? അവർക്ക് കണ്ണുണ്ട്, കാണേണ്ടത് അവർ കണ്ടില്ല. അവർക്ക് കാതുണ്ട്, കേൾക്കേണ്ടത് അവർ കേട്ടില്ല. അവർക്ക് ഹൃദയമുണ്ട്, അവർ ചിന്തിക്കേണ്ടത് അവർ ചിന്തിച്ചില്ല. അവരെക്കുറിച്ച് എന്താണ് അള്ളാഹ് പറഞ്ഞത്? അവരാണ്
ഏറ്റവും അശ്രദ്ധരായ ജനങ്ങൾ. മാത്രമല്ല അവർ നാൽക്കാലികളെ പോലെയാണ്. മാത്രമല്ല അവർ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെയാകരുത്. ഖുർആൻ പഠിക്കാത്തവരെ കുറിച്ച്, വേദഗ്രന്ഥങ്ങളോട് അത്തരം സമീപനങ്ങൾ സ്വീകരിക്കാത്തവരെ കുറിച്ച് ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ഒരിക്കലും ആ ഉപമയുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആൻ, ഒരാൾ ഖുർആൻ ഓതുന്നു, വതഅല്ലമ, എന്നിട്ട് അയാൾ ഖുർആൻ പഠിക്കുന്നു, വഅമല ബിഹി, എന്നിട്ട് ഖുർആൻ അനുസരിച്ച് അയാൾ ജീവിക്കുന്നു, അൽബസ വാലിദാഹു യൗമൽ ഖിയാമ താജം മിൻ നൂരിൻ, നാളെ പരലോകത്ത് ഈ ഖുർആൻ പഠിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തവന്റെ മാതാപിതാക്കൾക്ക് നാളെ പരലോകത്ത് ഒരു കിരീടം ധരിപ്പിക്കും. മാത്രമല്ല വയുക്സ വാലിദാഹു ഹില്യതൈൻ, സ്വർഗത്തിലെ 2 ഉടയാടകൾ അവർക്ക്, ആ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കപ്പെടും. അവർ ചോദിക്കും അല്ലാഹുവിനോട്, ബിമ കുസീന, എന്തിനാണ് റബ്ബേ ഇത് ഞങ്ങളെ ധരിപ്പിച്ചത്? അല്ലാഹ് പറയുന്ന മറുപടി എന്താ അറിയോ? ബി അഖദി വലദിക്കുമൽ ഖുർആൻ, നിന്റെ മക്കളെ നീ ഖുർആൻ പഠിപ്പിച്ചത് കൊണ്ടാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു കിരീടം ധരിക്കുമോ? നമ്മുടെ മാതാപിതാക്കൾക്ക് സ്വർഗത്തിന്റെ ഉടയാടകൾ ധരിപ്പിക്കപ്പെടുമോ? നമ്മൾ ഖുർആൻ പഠിച്ചതുകൊണ്ട്, നമ്മൾ ഖുർആൻ ജീവിതത്തിൽ പകർത്തിയതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കിരീടം, സ്വർഗത്തിന്റെ ഉടയാടകൾ എന്തിന്റെ പേരിലാണ്? ബി അഖദി വലദിക്കുമൽ ഖുർആൻ, നിന്റെ മക്കളെ ഖുർആൻ പഠിപ്പിച്ചതുകൊണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മൾ സ്വപ്നം കാണുന്നു, ഇത് സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രാവർത്തിക തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മൾ മാതൃകയാവണം എല്ലാത്തിലും. നമ്മൾ ഖുർആൻ ഓതുന്നുണ്ടോ? മക്കൾ ഖുർആൻ ഓതും. നമ്മൾ ഖുർആൻ മനഃപ്പാടമാക്കുന്നുണ്ടോ? മക്കൾ മനഃപ്പാടമാക്കും. എല്ലാത്തിലും മാതൃകയാവാൻ നമുക്ക് സാധിക്കണം. ഈ റമദാൻ എല്ലാ നന്മകൾക്കും എല്ലാ സുഹൃതങ്ങൾക്കും മക്കൾക്കെന്നല്ല സമൂഹത്തിനും മാതൃകയാകാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പറഞ്ഞു വന്നത് ഖുർആനിനോട് നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 സമീപനങ്ങളെക്കുറിച്ചാണ്. അതിലൊന്ന്, ഖുർആൻ നമ്മൾ പഠിക്കണം. 2, വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. പാരായണത്തിന്റെ മഹത്വം നമുക്കറിയാം. 1 ഹറഫ് പാരായണം ചെയ്താൽ 10 ഇരട്ടി കൂലിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്നത് 1 ഹറഫല്ല. അലിഫു ഹറഫുൻ, ലാമു ഹറഫുൻ, മീമു ഹറഫുൻ. അലിഫിന് 10, ലാമിന് 10, മീമിന് 10. സുബ്ഹാനല്ലാഹ്. ഒരാളൊരു പേജ് ഓതിയാൽ, ഒരു വരി ഓതിയാൽ എത്ര പുണ്യമാണ്. ഇത് നേടിയെടുക്കാൻ പറ്റിയ, ഇവിടെ ഇരിക്കുന്ന പല കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ ഉണ്ടാവും, നല്ല തിരക്കായിരിക്കും. ഒരു സമയം ജമാഅത്തിന്റെ ഒരു ടൈം, കുറച്ച് നേരത്തെ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് വൈകിട്ട് കുറച്ച് സമയം ഖുർആൻ ഓതാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം, മാറ്റിവെക്കണം. അത് പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ നന്മയാണ്. അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല. 3-ാമത്തെ കാര്യം, ഖുർആനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ലോകത്ത് വലിയ വലിയ ഗവേഷകന്മാര് വരെ ഇസ്ലാമിനെതിരെ വിമർശിക്കാൻ വേണ്ടി പഠിച്ച് ഇസ്ലാമിലേക്ക് എത്തി. അതെന്തുകൊണ്ടാണ്? ഖുർആനിനെ കുറിച്ചുള്ള ചിന്തയാണ് അവർ ഇസ്ലാമിലേക്ക് എത്തിച്ചത്. അപ്പൊ നമ്മൾ ഖുർആനിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതിനനുസരിച്ച് കൂടുതൽ അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും കൂടുതൽ ഈമാനുള്ളവരായി മാറാനും അതിന് വഴിയൊരുക്കുന്ന കാര്യമാണ് ഖുർആനെ പറ്റി ചിന്തിക്കുക എന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. അപ്പൊ ചോദിച്ചു, നിങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ഞാൻ എന്തിനാണ് പാരായണം ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു. സൂറത്തുൻ നിസായിലെ ഈ വാചകമെത്തിയപ്പോ, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഅ്നാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്ന ആയത്ത് എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക, മതി. എന്നിട്ട് പറയാണ്, എല്ലാ ഉമ്മത്തിനും സാക്ഷികളായി
അവരവരുടെ പ്രവാചകനെ കൊണ്ടുവരും. ഈ ഉമ്മത്തിന്റെ സാക്ഷിയായി നാളെ എന്നെ കൊണ്ടുവരും എന്ന വാചകമാണ് ഓതിയത്. അത് ഓതിയപ്പോൾ എൻ്റെ മനസ്സൊന്ന് പടഞ്ഞു, എൻ്റെ കണ്ണിന്ന് കണ്ണീരൊലിക്കാൻ തുടങ്ങി. കാരണം എന്താ അറിയോ, ഈ ഉത്തരവാദിത്വം നിർവഹിച്ചോ ഇല്ലയോ എന്നുള്ള ബേജാറ് എൻ്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഖുർആനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വേദനകളും സങ്കടങ്ങളും ഈമാനികമായ വർധനവും. അതാണ് പ്രവാചകന്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഖുർആൻ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. ഞാൻ ആദ്യം ഓതിവെച്ച ആയത്ത്, വലൗ അന്നഹും ഫഅലൂ മാ യുഅദൂന ബിഹി, അവരോട് ഉപദേശിച്ച കാര്യങ്ങൾ അവർ പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ലകാന ഖൈറൻ ലഹും വഅശദ്ദു തസ്ബീത, അതാണ് അവർക്ക് കൂടുതൽ ശക്തമായി ഈമാനോടുകൂടി ദുനിയാവിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു കരുത്ത് നൽകുന്നത്. മാത്രമല്ല അതാണ് ഏറ്റവും ഖൈറായത്. മാത്രമല്ല അവർക്ക് ഞാൻ ഉന്നതമായ പ്രതിഫലം നൽകുന്നതാകുന്നു. അവരെ ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് നാം വഴി നടത്തുകയും ചെയ്യുന്നതാണ്. എന്തു ചെയ്യണം? അവരോട് ഉപദേശിച്ച നന്മകൾ അവരുടെ ജീവിതത്തിൽ പകർത്തണം. മാത്രമല്ല നാളെ പരലോകത്ത് എരിപൊരി കൊള്ളുന്ന വെയിലത്ത് എല്ലാവരും ശത്രുക്കളാകുന്ന റബ്ബിന്റെ കോടതിയിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ശരീരത്തിലെ എല്ലുകളും മാംസങ്ങളും തൊലിയും കണ്ണുകളും കാതുകളും എല്ലാവരും നമുക്കെതിരെ ശത്രുവാകുന്ന ലോകത്ത്, നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ലാത്ത ലോകത്ത്, നമുക്ക് വേണ്ടി റെക്കമെൻഡ് പറയാൻ വരുന്ന രണ്ടാളുകളെ കുറിച്ച് ലോകത്തിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും ഖുർആനുമാണ്. ഇസ്ഫആനിൽ അബ്ദി യൗമൽ ഖിയാമ, അത് നാളെ പരലോകത്ത് അതിന്റെ ആളുകൾക്ക് വേണ്ടി റെക്കമെൻഡ് പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണം. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, അത് നാളെ പരലോകത്ത് വരും. ശഫീഅൻ ലി അസ്ഹാബി, അതിന്റെ ആളുകൾക്ക് റെക്കമെൻഡ് പറയാൻ അത് നാളെ പരലോകത്ത് ഖുർആൻ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇഖ്റഉ അസ്സഹ്റാവൈൻ, നിങ്ങൾ സഹ്റാവൈനെ പാരായണം ചെയ്യണം. അത് സൂറത്തുൽ ബഖറ വ ആല ഇമ്രാൻ. ഈ രണ്ട് സൂറത്തും നിങ്ങൾ പാരായണം ചെയ്താൽ അത് നാളെ പരലോകത്ത് വരും. നിങ്ങൾക്ക് രണ്ട് തണൽ വിരിച്ചുകൊണ്ട്, നിങ്ങൾക്ക് രണ്ട് പക്ഷിക്കൂട്ടങ്ങളെ പോലെ, രണ്ട് തണൽ മേഘപാളികളെ പോലെ അത് നാളെ പരലോകത്ത് വരും. എന്തിനാ വരുന്നതെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിച്ച് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ. വിശുദ്ധ ഖുർആനിൽ 30 ആയത്തുള്ളൊരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്. ഈ മുൽക്ക് പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നാളെ പരലോകത്ത് ഈ സൂറത്ത് വന്നിട്ട് അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ്. തർക്കിച്ചിട്ട് നമ്മുടെ പാപങ്ങൾ റെക്കമെൻഡ് ചെയ്ത് പൊരുത്തപ്പെടിച്ച് തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാളും നമുക്ക് വേണ്ടി സംസാരിക്കാനില്ലാത്ത ലോകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് ഖുർആനാണ്, നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നോമ്പാണ്. അതുകൊണ്ട് ഈ ഖുർആനിനെ അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് പേരുണ്ട്. ട്യൂമർ ബാധിച്ച് ഹോസ്പിറ്റലിൽ വലിയൊരു സർജറിക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നൊരു നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ ഭാര്യ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളും വാരിക്കോരി ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ, അതിനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റമദാനിന്റെ എല്ലാ ദിനരാത്രങ്ങളെയും സജീവമാക്കാൻ അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പ്രത്യേകിച്ചും കുടുംബത്തിൽ അല്ലാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ നോമ്പെടുക്കാൻ കഴിയാത്ത രോഗികളായി കിടക്കുന്ന മാതാപിതാക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ.
അവർക്കല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം നിസ്കരിച്ച നോമ്പെടുത്ത പലരും ഇന്ന് ഖബറുകളിലുണ്ട്. അവർക്കല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബർ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.